ശബരിമല സ്വർണ്ണ കവർച്ചാ കേസ് നമുക്കറിയാം. ആ കേസിന്റെ അന്വേഷണം കൃത്യമായി നടക്കണം. ഈ അയ്യന്റെ മുതലിൽ കൈവച്ചവരെല്ലാം തന്നെ പിടിയിലാകണം. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും ഇപ്പോൾ കേന്ദ്ര ഏജൻസി കൂടി എത്തിയിരിക്കുന്നു. ECIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ED കേസെടുത്തിരിക്കുന്നു. അവർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കേന്ദ്ര ഏജൻസിയുടെ വരവിനെ താങ്കൾ നോക്കിക്കാണുന്നത്? ഒപ്പം തന്നെ SIT ഇപ്പോൾ തന്ത്രി കണ്ഠരര് രാജീവരെ ചോദ്യം ചെയ്യുകയാണ് തിരുവനന്തപുരത്ത്. അങ്ങ് എങ്ങനെ പ്രതികരിക്കുന്നു? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം വേണ്ട തരത്തിലാവുന്നില്ല എന്നുള്ളത് നമ്മൾ തുടരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ധാരാളം നമ്മൾ മാത്രമല്ല, കോടതിയിൽ തന്നെ പല പ്രാവശ്യം ധാരാളം പരാമർശങ്ങൾ ഉണ്ടായി. ഈ അന്വേഷണം വേണ്ട തരത്തിലാവുന്നില്ല. കാരണം കോടതി ആവശ്യപ്പെട്ട അല്ലെങ്കിൽ നിർദ്ദേശിച്ച ചില പ്രതികളെ ചൂണ്ടിക്കാണിച്ച ചില ആളുകളെയൊക്കെ സംശയത്തിൽ നിഴലിലാണെന്നും അവരെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ വളരെ ഏർലി സ്റ്റേജിൽ പോലും കോടതി ചൂണ്ടിക്കാട്ടിയപ്പോൾ അവരെ പലപ്പോഴും ചോദ്യം ചെയ്യാൻ തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ രഹസ്യമായിട്ട് ചോദ്യം ചെയ്യുന്നു, അറസ്റ്റ് ചെയ്തിട്ടില്ല, പല അറസ്റ്റുകൾ നീണ്ടുപോകുന്നു. ഇപ്പോഴും ഇതിന്റെ ട്രെയിലൊന്നും എങ്ങനെയാണ് ഈ ക്രൈം നടന്നതെന്നുള്ള ട്രെയിലൊന്നും ഇപ്പോഴും പ്രോപ്പറായിട്ട് ഇവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും മാത്രമല്ല, ഇത് വളരെ നീണ്ടുപോയി. ഈ അന്വേഷിക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് അന്വേഷിച്ചില്ലെങ്കിൽ നമുക്കറിയാമല്ലോ, ഇത്തരം കേസുകളുടെയൊക്കെ അതിന്റെ തെളിവുകളൊക്കെ നശിപ്പിക്കാനായിട്ട് ധാരാളം സമയം കൊടുക്കുന്ന രീതിയിലായി പോയി ഈ അന്വേഷണം. അപ്പൊ അതൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തുടക്കം മുതൽ തന്നെ ഇത് പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ തുടക്കം ഞാൻ ഉദ്ദേശിച്ചത് ഈ അന്വേഷണത്തിന്റെ പല ഘട്ടങ്ങളിലും വേണ്ട തരത്തിലാവുന്നില്ല എന്നുള്ള കോടതി തന്നെ പരാമർശിച്ച സമയം വന്നപ്പോ നമ്മളെല്ലാ ഹിന്ദു സംഘടനകളും നമ്മളെല്ലാം ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് CBI അന്വേഷണം. തീർച്ചയായിട്ടും നമ്മളത് കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വരുന്ന 19-ാം തീയതി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലെ ശബരിമല കർമ്മസമ്മേളന നേതൃത്വത്തിലെ എല്ലാ ഹൈന്ദവ സംഘടനകളും ചേർന്നൊരു ധർണയൊക്കെ നമ്മൾ അതിനുവേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി വിശ്വ പ്രസിഡന്റ് ഇന്റർനാഷണൽ പ്രസിഡന്റ് ശ്രീ അലോക് കുമാർജി എത്തുന്നുണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഏതായാലും ഇതിനിടയിൽ ED അന്വേഷണം വന്നത് നല്ല കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അത് only thing അതിന്റെ ഫിനാൻഷ്യൽ വശങ്ങള് PMLA ആക്ട് പ്രകാരം ഉള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് വരുന്നത്. തീർച്ചയായിട്ടും അതിനകത്ത് ഇൻവോൾവ് ആണ്. കാരണം നമുക്കറിയാം, ഇത്രയധികം സ്വർണ്ണത്തിന്റെ മോഷണം ഉള്ളപ്പോൾ അതിന് ഫിനാൻഷ്യൽ വശങ്ങൾ ധാരാളം ഉണ്ട്. അത് മൊത്തം ഇല്ലീഗലായിരിക്കുന്നു, ബ്ലാക്ക് മണി ആയിരിക്കുന്നു ഒക്കെ അതൊരു സംശയമില്ല. അല്ലാതെ നേരെ മാർഗത്ത് കൂടെ അല്ലല്ലോ ഈ വിറ്റ മുതലൊക്കെ ഇവർ പങ്കുവെക്കുക. കാരണം പ്രത്യേകിച്ച് നമുക്ക് അറിയേണ്ട വിഷയം, ഈ നമ്മളെ മോഷണത്തിന്റെ കാര്യത്തിൽ പോറ്റി അല്ലെങ്കിൽ അങ്ങനെ ചില കേരളത്തിന് പുറത്തുള്ള ചില സ്ഥാപനങ്ങളെയും ആളുകളെയൊക്കെയാണ് പരാമർശിക്കുന്നതെങ്കിലും ഇതിന് അനുവാദം കൊടുത്ത ഈ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ലീഡർമാര്, മുൻ മന്ത്രിയും സംശയിക്കപ്പെടുന്ന ആള്, അല്ലെങ്കിൽ ഇപ്പൊ ജയിലിൽ കിടക്കുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, 2 പേര് പ്രസിഡന്റുമാര്, കമ്മീഷണറായിരുന്ന ആള്, പിന്നെ എത്ര പേര്, ഇവർക്കൊക്കെ ഇതിനകത്തുനിന്ന് എന്താണ് ബെനിഫിറ്റ് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ഇതിന് സാമ്പത്തികമായിരിക്കണമല്ലോ, അല്ലാതെ വേറെ എന്ത് കാര്യം. അപ്പൊ ഇവർക്ക് ഈ സ്വർണ്ണം ചെമ്പാണെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ച് എത്രയോ കോടാനുകോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പലതരത്തിൽ വന്നു കാണും. അപ്പൊ ഈ കാര്യങ്ങൾ അന്വേഷിക്കുക. രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട കാര്യം, കുറച്ച് ഇല്ലീഗൽ ട്രാൻസാക്ഷൻ, ഇത് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിലൊക്കെ നീങ്ങാനുള്ള സാധ്യതകളെ കോടതി വരെ ചൂണ്ടിക്കാണിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഇതിന്റെ ഫിനാൻഷ്യൽ ട്രെയിൽ എങ്കിലും കണ്ടുപിടിച്ചാൽ എത്രയും പെട്ടെന്ന് കുറച്ച് കാര്യങ്ങളിലേക്ക് കടക്കാനും, പിന്നെ സുപ്രധാന മറ്റു കാര്യം ഞാൻ പറഞ്ഞത്, ക്രിമിനൽ വശത്തിലുള്ള കേസുകൾ തേച്ചു മാറ്റി കളയാനോ അല്ലെങ്കിൽ അതിനെ തെളിവ് നശിപ്പിക്കാനോ ഒരു സമയം ഈ നീണ്ടുപോകുന്നതുകൊണ്ട്, കേസിന്റെ അന്വേഷണം നീണ്ടുപോകുന്നതുകൊണ്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ED ഈ ഫിനാൻഷ്യൽ വശം ഏറ്റെടുക്കുന്നതോടുകൂടി എന്ത് സംഭവിക്കുന്നു വെച്ചാൽ തീർച്ചയായിട്ടും ഈ സംശയത്തിൽ നിലവിലുള്ളവരുടെ എല്ലാ സ്വത്തുക്കൾ മരവിപ്പിക്കാൻ സാധിക്കും, അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് അത്തരക്കാരെ എത്രയും പെട്ടെന്ന് അവരുടെ ഫിനാൻഷ്യൽ മറ്റ് ട്രാൻസാക്ഷൻ ഒന്നും സാധ്യതയില്ലാത്ത രീതിയിൽ ഉടനടി നടപടിയിലേക്ക് കടക്കാനുള്ള വളരെ വലിയ സാധ്യതയാണ് ED അന്വേഷണത്തിൽ വരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ആരും ആക്ച്വലി ഈ നിയമവിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം കൊള്ളയ്ക്കെതിരെ ചിന്തിക്കുന്ന, അത് ജാതിമതത്തിന് അതീതമായിട്ടുള്ള എല്ലാ മനുഷ്യരും ഇതിനെ സ്വാഗതം ചെയ്യുന്നതിനാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും ഞാനും അത് പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ രണ്ടാമത്തെ വിഷയം, നമ്മുടെ തന്ത്രിയുടെ വിഷയത്തിൽ, അത് ഞാൻ നേരത്തെ മുതൽ പറയുന്നുണ്ട്, തന്ത്രിക്ക് ഇതിന് ഇൻവോൾവ്മെന്റ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നിയമം നോക്കിയാൽ മനസ്സിലാവും. കാരണം ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ, നമ്മുടെ ദേവസ്വം ബോർഡിന്റെ കാര്യം അല്ലെങ്കിൽ ഏത് ക്ഷേത്രത്തിലായാലും അതിന്റെ അഡ്മിനിസ്ട്രേഷൻ എല്ലാം നോക്കും ദേവസ്വം ബോർഡും. ആചാരപരമായ കാര്യങ്ങളിലാണ് തന്ത്രിക്ക് അതിനകത്ത് കാര്യമുള്ളൂ. ഇപ്പൊ തന്ത്രിയുടെ അനുവാദത്തോടുകൂടി കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം, അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന പോലീസുകാർ എന്ത് ചെയ്തു? അവിടുത്തെ വിജിലൻസ് ഉണ്ടല്ലോ, അന്നും വിജിലൻസ് ഉണ്ടല്ലോ. ഈ പറഞ്ഞ മോഷണം നടന്ന സമയത്ത് ഒരു സ്പെഷ്യൽ കമ്മീഷൻ ഉണ്ടല്ലോ ഹൈക്കോടതി നിയോഗിച്ച, അദ്ദേഹമൊക്കെ എന്ത് ചെയ്യായിരുന്നു? ആ ചോദ്യം നമ്മൾ ഉന്നയിക്കണ്ടേ? അതായത് തന്ത്രി ആചാരപരമായിട്ട് ദേവസ്വം ബോർഡിന്റെ തീരുമാനമുണ്ട്, ഒരു വസ്തു എന്തെങ്കിലും റിപ്പയറിങ്ങിന് വേണ്ടി പുറത്തു കൊണ്ടുപോകണം എന്ന് ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുമ്പോൾ അതിന് ദേവന്റെ അനുജ്ഞ കൊടുക്കുക എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം അത് അതിന് കൂട്ടുനിന്നാണോ? ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുമ്പോഴാണ് അത്തരത്തില്
സ്വത്ത് അവിടെ അതിന് റിപ്പയറിങ്ങിനോ അല്ലെങ്കിൽ എന്താണ് ആവശ്യം, അല്ലെങ്കിൽ ഒരെണ്ണം മാറ്റി മറ്റൊന്ന് വരണം, ഇത്തരം കാര്യങ്ങളാണ് വരുന്നത്. പക്ഷേ അത് ശബരിമലയ്ക്ക് പുറത്തു കൊണ്ടുപോകണോ അല്ലെങ്കിൽ അവിടെ ചെയ്യണോ, ഇതിന്റെയൊക്കെ അതിന്റെ നടപടിക്രമങ്ങൾ ചെയ്യേണ്ടതും അതിന് ഉത്തരവാദിത്തപ്പെട്ടവരും പൂർണ്ണമായിട്ടും ദേവസ്വം ബോർഡും ദേവസ്വം ഉദ്യോഗസ്ഥരും തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും എന്റെ കണക്കൂട്ടില് ഈ തന്ത്രിക്ക്, കാരണം ഞാൻ വളരെ നേരത്തെ മുതൽ ജനം ചാനൽ ഉൾപ്പെടെ ഞാൻ പറയുന്നൊരു വിഷയമുണ്ട്, ഈ കേസ് തേച്ചു മാറ്റി കളയാനും CPM-ലേക്ക് വരുന്നുണ്ട്. അവിടെ വളരെ പ്രമുഖന്മാരൊക്കെ ഇതിനകത്ത് പാർട്ടിയുടെ വളരെ ഉന്നതതലങ്ങളുള്ളതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സംശയിക്കണ്ട. കാരണം ഈ പാർട്ടി അറിയാതെ നമുക്കറിയാമല്ലോ CPM അങ്ങനെയാണ് കാര്യങ്ങൾ നോക്കുന്നത്. മന്ത്രി ആയാലും ശരി, ഈ പറഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയാലും ശരി, ആര് പ്രവർത്തിക്കുന്ന അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്നല്ല, അവർ നിയോഗിക്കപ്പെടുന്ന ആരായാലും ശരി, പാർട്ടി പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും പാർട്ടിയുടെ അനുവാദം ഇല്ല ഇത്തരം കാര്യങ്ങൾ നടക്കില്ല. പക്ഷെ അപ്പോൾ ഈ പ്രശ്നം വന്നപ്പോൾ അവരെയൊക്കെ പല രക്ഷപ്പെടുത്താനുണ്ട്, അന്വേഷണം മുകളിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഈ മന്ത്രിമാരെ രക്ഷിക്കാൻ തന്ത്രി ഉൾപ്പെടുത്തും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അത് പല ചാനൽ ചർച്ചകൾ ഞാൻ വളരെ നേരത്തെ ജനത്തിൽ ഉൾപ്പെടെ പറഞ്ഞു. പങ്കെടുക്കുന്നവര് അവരുടെ സംസാരത്തില് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അവർ പറഞ്ഞു വരുന്നത് ശബരിമല കൊള്ളക്കെതിരെ ആണെങ്കിലും പലപ്പോഴും അതിന് വഴിതിരിച്ചു വിട്ട് ഇത്തരം മറ്റുള്ള ആളിലേക്ക് കൊണ്ടുവന്ന് ഈ രാഷ്ട്രീയക്കാരെ ഇതിൽ നിന്ന് വിമുക്തമാക്കാനുള്ള ശ്രമം പല ആൾക്കാർ ഈ അഭിപ്രായം പറയുന്നവര് വർഷങ്ങളായിട്ട് നമ്മൾ ഇപ്പോഴും ചാനൽ ചർച്ചകളിൽ വരുന്ന പലരും ഇത് പറയുന്നുണ്ട് ഈ അഭിപ്രായം. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഒരു തന്ത്രിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദേവസ്വം ബോർഡ് തീരുമാനിച്ചു അവിടെ ഒരു സാധനം പുറത്തേക്ക് കൊണ്ടുപോകണം, അതല്ലെങ്കിൽ റിപ്പയർ ചെയ്യണം, അല്ല റീപ്ലേസ് ചെയ്യണം, അതല്ലെങ്കിൽ ഒരു സാധനം അഴിച്ചു മാറ്റണം. അങ്ങനെ ദേവസ്വം ബോർഡ് തീരുമാനിച്ചാൽ അതിന്റെ ആചാരപരമായ കാര്യങ്ങൾക്ക് അനുവാദം കൊടുക്കുക എന്നുള്ളതിനപ്പുറം തന്ത്രിക്ക് യാതൊരു വിധത്തിലുള്ള അധികാരവും ഇല്ല. നമുക്കൊക്കെ അറിയാം. വളരെ എന്തായാലും അങ്ങയുടെ കൂട്ടിച്ചേർത്ത് പറയുകയാണ്, തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് SIT ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സ്വർണ്ണക്കവർച്ച കേസിൽ ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈഞ്ചക്കലിലെ ഓഫീസിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. തന്ത്രിയുടെ അറസ്റ്റ് SIT രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ മറ്റ് പലരെയും രക്ഷപ്പെടുത്താനുള്ള അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. SITയുടെ അന്വേഷണത്തെ CBIക്ക് വിടണം എന്നുള്ളത്. കാരണം ഈ നമ്മളിവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയ വസ്തുവിനുള്ള എന്തെങ്കിലും സാമ്പത്തിക ലാഭം, അതിന്റെ പങ്ക് പറ്റി എന്നുള്ള രീതിയിൽ തന്ത്രിയുടെ പേരിലാണ് തീർച്ചയായിട്ടും നടപടി എടുക്കണം, യാതൊരു സംശയമില്ല. പക്ഷെ ഇന്നിപ്പോ അതിലേക്കൊന്നും കോടതി അന്വേഷണം എത്തിയിട്ടില്ല. ഇപ്പൊ ഇവിടുന്ന് കൊണ്ടുപോയ സ്വത്ത് അവിടെ പോയി ഈ വസ്തുവിന്റെ എന്തെങ്കിലും ആദായം തിരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ അല്ലെങ്കിൽ അവരുടെ അംഗങ്ങൾക്കോ ഒക്കെ കിട്ടിയോ, ഇതിനെ കുറിച്ചൊന്നും ഇതുവരെ പുറത്തേക്ക് വരാത്തിടത്തോളം കാലം ആ വിഷയം നമ്മുടെ മുന്നിൽ ഇന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും ഈ ഇവിടുന്ന് മോഷ്ടിക്കപ്പെട്ട വസ്തുവിന്റെ എന്തെങ്കിലും തരത്തില് ആനുകൂല്യങ്ങള് തന്ത്രിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തന്ത്രി കുറ്റക്കാരൻ തന്നെ, യാതൊരു സംശയമില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇതുവരെ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇതിനകത്ത് ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് അനുമതി കൊടുത്തത്, അത് പുറത്തേക്ക് വസ്തു എങ്ങനെ പോയി എന്നുള്ള വിഷയമാണ് നമ്മുടെ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതും. അതിനെക്കുറിച്ചാണ് കേസുകൾ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ അനുവാദം അത് ദേവസ്വം ബോർഡാണ് ശരിക്കും അഡ്മിനിസ്ട്രേറ്റീവ് കാര്യം നോക്കേണ്ടത്, തന്ത്രിക്കല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പക്ഷെ അത് ഇതിന്റെ ഭാഗമായിട്ട് അവർക്ക് എന്തെങ്കിലും ആനുകൂല്യം ലഭിച്ചോ, സാമ്പത്തികമായിട്ട് ഗുണം ലഭിച്ചോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതിപ്പോ ഇതിന്റെ ഇനിയും കോടതിയിൽ ഇത് വരുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ. എന്തായാലും ആചാരപരമായ കാര്യങ്ങള് തന്ത്രിയും മാത്രമല്ല, തന്ത്രി പറയുന്ന അനുസരിക്കുന്ന ഒരു സർക്കാരോ ഈ ദേവസ്വം ബോർഡ് അല്ല എന്നുള്ളതിന് നമുക്ക് 2018 തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അന്നും ഇതേ തന്ത്രി കണ്ഠരര് രാജീവര് തന്ത്രിയായിരിക്കുമ്പോഴാണ് യുവതി പ്രവേശന വിഷയത്തില് സുപ്രീം കോടതി വിധി വെച്ചുകൊണ്ട് കേരള സർക്കാരും ദേവസ്വം ബോർഡും ഭക്തജനങ്ങൾക്കെതിരെ എന്തെല്ലാം ചെയ്തു. അവിടെ ശബരിമലയുടെ വിശ്വാസം തകർക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. അതുപോലെ തന്നെ കേസിൽ സത്യവാങ്മൂലം കൊടുക്കുമ്പോൾ കേരള ഗവൺമെന്റും അതുപോലെ ദേവസ്വം ബോർഡും കൊടുത്ത സത്യവാങ്മൂലം തന്ത്രി കൊടുത്തതിന് വിരുദ്ധമായിരുന്നു. തന്ത്രിയുടെ സുപ്രീം കോടതി കൊടുത്ത സത്യവാങ്മൂലം യുവതി പ്രവേശനെതിരായിരുന്നു. പാടില്ല, ആചാരലംഘനം ഉണ്ടാവും എന്നാണെങ്കിൽ ഈ ദേവസ്വം ബോർഡും പിന്നെ ഗവൺമെന്റും തന്ത്രിയുടെ അതല്ല ആചാരപരമായ കാര്യങ്ങളിൽ പോലും തന്ത്രി പറയുന്നത് കേൾക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലൊരു വിഷയത്തില് സർക്കാർ തന്ത്രിയുടെ വാക്ക് കേൾക്കാത്തപ്പോ പിന്നെ ഈ സ്വർണം പുറത്തേക്ക് കൊണ്ടുവന്ന കാര്യത്തിൽ തന്ത്രി പറഞ്ഞിട്ടാണെന്ന് പറയാൻ പറ്റൂ. മാത്രമല്ല ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ചെമ്പാണെന്നും അത് മാത്രമേ പുറത്തേക്ക് കൊണ്ടുപോകണമെന്ന്, റിപ്പയർ ചെയ്യണമെന്നും, ഉണ്ണികൃഷ്ണൻ പോയി ചെയ്യിപ്പിക്കണം എന്നൊക്കെ. എന്തായാലും ആ വിഷയത്തിൽ ഈ സാധനം പുറത്തേക്ക് കൊണ്ടുപോയാലോ അല്ലെങ്കിൽ ഈ റിപ്പയറിങ്ങിന്റെ തീരുമാനങ്ങളിലോ ഒന്നും അതിന് തന്ത്രിക്ക് എന്തെങ്കിലും ഉൾപ്പെട്ടിരിക്കാൻ ഇടയില്ല. പക്ഷേ ഞാൻ പറയുന്നത്, ഈ സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോയി അത് വിറ്റു, അതിന്റെ ലാഭവിഹിതം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ആനുകൂല്യം പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തന്ത്രി ഉൾപ്പെടും. അപ്പൊ അത്തരത്തിൽ വേണം നമ്മൾ ഇതിനെ കാണാനായിട്ടെന്നാണ് എനിക്കിപ്പോ പറയാനുള്ളത്. തീർച്ചയായിട്ടും പക്ഷേ ഇത് കൃത്യമാകണമെങ്കിൽ ഞാൻ വീണ്ടും പറയാണ്, CBI അന്വേഷണം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. കാരണം SIT ഇന്ന് കേരള സർക്കാർ, നമ്മുടെ ഇടതുപക്ഷ സർക്കാർ
എന്തെല്ലാം കാര്യങ്ങളാണ്, എത്രയോ പ്രശ്നങ്ങളിലാണ് അയ്യപ്പ ഭക്തന്മാരെ പെടുത്തിയിരിക്കുന്നത്. ഞാൻ തന്നെ ആയിരക്കണക്കിന് കേസിൽപ്പെട്ട ഒരാളാണ്. അപ്പോ എല്ലാം കള്ളക്കേസാണ്. അതുകൊണ്ട് ശബരിമലയെ തകർക്കാനും സനാതനധർമ്മത്തെ തകർക്കാനും വിശ്വാസികളെ ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് വലിയ ശ്രമം, ഗൂഢമായ ശ്രമങ്ങൾ നടത്തുന്ന സർക്കാർ ഭരിക്കുമ്പോൾ അവരുടെ എല്ലാ നടപടികളും ഇത്തരത്തിലായിരിക്കും. അവിടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പോലീസ് സേനയ്ക്ക് അവരും സമർത്ഥന്മാരായിരിക്കും, സത്യസന്ധന്മാരായിരിക്കും. പക്ഷെ അവർക്ക് പ്രവർത്തിക്കാനുള്ള അനുവാദം ഉണ്ടാവില്ല, നിയന്ത്രണങ്ങൾ ധാരാളം ഉണ്ടാവും. അതുകൊണ്ട് അവരുടെ കീഴിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അത് എത്രത്തോളം സത്യസന്ധമായിട്ടായിരിക്കും എന്നുള്ള സംശയമുണ്ട്. തീർച്ചയായിട്ടും CBI അന്വേഷണത്തിലേക്ക് എത്രയും വേഗം ചെന്നാൽ മാത്രമേ എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കൂ.